ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. ഒന്നൊന്നുമല്ല, 2-3 ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. അതിൽ എത്ര പെട്ടെന്ന് കഴിയാണെന്നുണ്ടെങ്കിൽ എല്ലാം ചെയ്യും. ഒരു 3 ക്രാഫ്റ്റ് ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. ഒരു ക്രാഫ്റ്റ് വീഡിയോ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 3 അത് എനിക്ക് കുറച്ച് ടഫായിരിക്കും, എങ്കിലും എനിക്ക് വലിയ കുഴപ്പമില്ലാത്തത് ഞാൻ കണ്ടുവശമാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരാം. ഫസ്റ്റ് ആണ് ഒരു ഫ്ലവർ മേക്കിംഗ് ആണ്. ഫ്ലവർ മേക്കിംഗ് അല്ല, ഫ്ലവർ കൊണ്ട് ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് ഒരു കത്രിക, പിന്നെ ഒരു എന്താ പറയുക സെലോ ടാപ്പ്, പിന്നെ ഒരു നൂല് വേണം. സെലോ ടാപ്പ് ഇല്ലെങ്കിൽ പശ യൂസ് ചെയ്യാം, പശ ഇല്ലെങ്കിൽ സെലോ ടാപ്പ് യൂസ് ചെയ്യാം. എൻ്റെ പശ ഉണ്ട്, ബട്ട് എനിക്ക് പശ വെച്ച് ഒട്ടിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഇതായിട്ട് തോന്നിയത് പെട്ടെന്ന് കഴിയുന്നത് സെലോ ടാപ്പ് വെച്ച് ഒട്ടിക്കുന്നതാണ്. ഇന്നലെ ഉണ്ടാക്കിയിട്ട് പാളി പോയതുകൊണ്ട് തന്നെ ഇന്ന് രണ്ടാമത് ഉണ്ടാക്കുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്കെച്ചോ പെയിൻറ്റോ ആണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് വാട്ടർ കളറാണ്. വാട്ടർ കളറും ബ്രഷും, പിന്നെ വാട്ടർ കളർ മുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്ടർ കളർ ഇല്ലെങ്കിൽ സ്കെച്ച് നിങ്ങൾക്ക് എന്താ എൻ്റെ പിന്നെ അത് എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ വാട്ടർ കളർ എടുക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന കളർ എൻ്റെ സ്കെച്ചിലില്ല, അപ്പോൾ ഈ കളറാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി പൂവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, എൻ്റെ പൂവിന് എത്ര പെർഫെക്ഷനൊന്നുമില്ല. നല്ല പൂവൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഉണ്ടാക്കാം. ഇത്ര പൂ മതിയൊന്ന് ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നോക്കുക. കുറച്ച് അധികം തന്നെ ഉണ്ട് എന്തായാലും. നമുക്കിനി ഒട്ടിക്കാനുള്ള തയ്യാറെടുപ്പ് കൊടുക്കാം. ആദ്യം തന്നെ നൂല് ഇങ്ങനെ നീട്ടി വലിച്ച് വെക്കുക. അപ്പോൾ അത് നൂല് വെട്ടാൻ ഇത് ഫ്രണ്ട് പോർഷനുമാണ്. അപ്പോൾ നിങ്ങൾ നൂലിങ്ങനെ വെച്ചിട്ട് ഈ നൂല് പൊന്തിച്ച് ഇതാ ബാക്ക് ഭാഗത്ത് ഇങ്ങനെ ആക്കിയിട്ട് ഒട്ടിക്കുക. എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോൾ നൂലിങ്ങനെ വെച്ചാൽ മതി. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓക്കെ. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സ്റ്റാലോ ടാപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് പോകണം. കുറച്ച് ഫ്രണ്ട് ഭാഗത്ത് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടെ നിന്ന് തുടങ്ങരുത്, ഈ അറ്റത്തു നിന്നാണ് തുടങ്ങേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ അകത്ത് നൂല് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ കുറച്ച് അതിൻ്റെ അടുത്ത് വേറെ ഫോൺ സ്റ്റാർട്ട് ഒന്നും അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ഗ്യാപ്പ് ഇല്ലേ, നമ്മൾ നൂലിന് ഇത്തിരി ഗ്യാപ്പ് ഇവിടെ ഇങ്ങനെ ഇത്ര ഗ്യാപ്പ് ഞാൻ കാണുന്നുണ്ട്. എത്ര ഗ്യാപ്പ് വിടാം. പിന്നെ സ്റ്റിക്കർ പൊടിക്കുന്നു അത്ര ഞാൻ പറഞ്ഞു കുറച്ചിട്ടാൽ മതി. ഒരു കുഞ്ചോ ഇത്ര ഇട്ടാൽ മതി. സലോട്ടൊക്കെ എടുക്കാറുണ്ട് ഇത്ര എടുത്താൽ മതി, ഒരുപാടിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒരു വോൾ ഡെക്കോറാണേ. പിന്നെ എന്നെപ്പോലെ ഫ്ലവർ ഉണ്ടാക്കാൻ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. യൂട്യൂബിൽ പേപ്പർ ഫ്ലവർ മേക്കിംഗ് അടിച്ച് എന്താ പറയുക, പേപ്പർ ഫ്ലവർ മേക്കിംഗ് സിമ്പിൾ എന്നൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ള ഫ്ലവർ മേക്കിംഗ് വീഡിയോ കാണിച്ചു തരും. ഞാനിപ്പോൾ എൻ്റെ ഫ്ലവർ അത്ര പെർഫെക്ഷനും ഇല്ല, ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഇങ്ങനെ ഈ ഒരു ഷേപ്പിലൊക്കെയാണ് എൻ്റെ ഫ്ലവർ വന്നിട്ടുള്ളത്. അപ്പോൾ അത്ര ഭംഗിയൊന്നുമില്ല, പക്ഷേ എങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും. കുറച്ചുകൂടി പഠിച്ച് ഇതാകുമ്പോഴത്തേക്ക് റെഡി ആയിക്കോളും. അപ്പം ഞാൻ പറഞ്ഞു തന്നത് എനിക്ക് നിങ്ങൾക്ക് ഫ്ലവർ ഉണ്ടാക്കുന്ന കാണിച്ചു തരാൻ അറിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബിൽ അങ്ങനെ ഞാൻ പറഞ്ഞ രീതിയിൽ അടിച്ചൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ വലുത് കുറച്ച് ചെറുതുണ്ട്. അപ്പോൾ ചെറുത് നടുവിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഉണ്ടാക്കിയപ്പോൾ തെറ്റി ഉണ്ടായതാണ്. കുറച്ച് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ചെയ്യട്ടെ. കുറേ പൂവുണ്ട് ഇനിയും കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ ഗൈസ്. എനിക്ക് ബാക്കി ഇത്ര ഫ്ലവേഴ്സാണ് വന്നിട്ടുള്ളത്. അതെനിക്ക് വേറെ ക്രാഫ്റ്റ് യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനിങ്ങനെ മുഴുവൻ ഫ്ലവേഴ്സിൽ കുറച്ചധികം ഫ്ലവേഴ്സ് അങ്ങനെ വെച്ച് ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചിരിച്ചിട്ടാണ് എന്ന് വെച്ചാൽ ബാക്ക് ഭാഗമാക്കിയിട്ട് ഒട്ടിച്ചതാണ്. അത് ഞാൻ മുമ്പ് ഭാഗം അങ്ങനെ മറച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനൊരു ചെറിയൊരു കുത്തു കൊടുക്കും, ഒരു ഡോട്ട് നടുവിലായിട്ടൊരു ഡോട്ട് കൊടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുഴുവൻ പെയിൻറ്റ് ചെയ്യാം, എന്നിട്ട് വേറെ കളർ വെച്ച് ഡോട്ട് ചെയ്യാം. നിങ്ങളെ ഇഷ്ടത്തിന് ഇത് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ പൂ തന്നെ വേണമെന്നില്ല, ഹാർട്ട് മേഘം അങ്ങനെ എന്തായാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇനി അടുത്ത പണിയിലേക്ക് കിടക്കാം. ഞാൻ ഈ വാട്ടർ കളറിൽ ഈ ഒരു പിങ്കാണ് ഞാൻ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് കാണുന്നുണ്ട്, എൻ്റെ കൈ വെച്ചിരുന്നറിയില്ല. ഈ ഒരു പിങ്കാണ് ഞാൻ യൂസ് ചെയ്യുക. എന്താ പറഞ്ഞാൽ അത് അതിനെ കൊണ്ടൊരു ഡോട്ട് ഇടുമ്പോഴാണ് ഒരു ഭംഗി. ഇന്നലെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ട്രൈ ചെയ്തല്ല, ഉണ്ടാക്കിയത് തന്നെയാണ്. ബട്ട് അത് കൊളായിപ്പോയി, ഇത്രയേ ഉള്ളൂ. കൊളായിപ്പോട്ടെ എന്നങ്ങനെ വിചാരിക്കലാണ്. വേറെ എന്ത് വഴി. ഇങ്ങനെ പെയിൻറ്റിലേക്ക് നോക്കുന്നു, എന്നിട്ട് കുത്തിട്ട് കൊടുക്കും. കുത്ത് കറക്റ്റ് നടുവിൽ കുത്തണേ. നല്ല ഭംഗിയുണ്ടാവും കാണാൻ. കണ്ടോ, നല്ല ഭംഗിയില്ല. എനിക്കിഷ്ടമാണ് ഇങ്ങനെ കുത്തിയിട്ട് കാണാൻ വേണ്ടിയിട്ട്. നോർമൽ പ്ലെയിനായിട്ട് ഫ്ലവർ കിടക്കുന്നതിനേക്കാൾ ഒരു കുത്തു കൊടുക്കുമ്പോൾ കറക്റ്റ് ഒരു ഫ്ലവറിൻ്റെ ഫീൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കിഷ്ടം. ഇനി മൊത്തത്തിൽ ഇതിനൊന്ന് ഡോട്ട് ഇട്ടിട്ട് കാണാം.
ഗൈസ് ഞാനിതിന് മൊത്തത്തിലായിട്ട് ഡോട്ട് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനിങ്ങനെ ഡോട്ട് ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിതൊന്ന് ചുമരിയിൽ ഫിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ വർക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന് നീളമുള്ളതുകൊണ്ട് തന്നെ ബാക്കി ഇവിടെ നിന്ന് ഇങ്ങനെ തൂക്കിയിട്ടു. ഞാൻ ഇതിങ്ങനെ തൂക്കിയിട്ടെന്ന് അറിയുമെങ്കിൽ ഇവിടെ കുറച്ചാക്കിയിട്ട് ഇങ്ങോട്ടേക്കും തൂക്കിയിടായിരുന്നു. ബട്ട് ഇങ്ങനെ തന്നെ ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ, ഞാൻ കാണിച്ചു തരാം. എന്താ എൻ്റെ മേശയിൽ ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ. ഇനി ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കി വെക്കണം. ഓക്കെ, ഇതെങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ആർച്ച് മാതിരിയില്ലല്ലേ, ഭംഗിയില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതിൽ ചെറിയ ഡോട്ട് വരുത്തിയിട്ടുണ്ട്. നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുന്നുള്ളൂ. ക്യാമറയിൽ കാണുമ്പോൾ എനിക്ക് അത്ര ഭംഗി തോന്നുന്നില്ല. ഓക്കെ, ബൈ ബൈ.